ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പമുള്ള സവോള ചെറുതായി നുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവോള വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മസാലയുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ഇടത്തരം വലുപ്പമുള്ള പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചിട്ടാണ് ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോ വലിയ പൊട്ടറ്റോ ആണെങ്കിൽ നിങ്ങൾ 1 പൊട്ടറ്റോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടറ്റോയും ചേർത്തിട്ട് നല്ലതുപോലെ മസാല മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പനീർ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ മാത്രം വെച്ച് മസാല തയ്യാറാക്കാം. ഇല്ലെങ്കിൽ ഇതിലേക്ക് മറ്റ് വെജിറ്റബിൾസായ ക്യാരറ്റോ ബീൻസോ ചേർത്തിട്ട് മസാല തയ്യാറാക്കാം. ഇനി നിങ്ങൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിക്കനോ മറ്റു മീറ്റോ ഉപയോഗിച്ചിട്ടും മസാല തയ്യാറാക്കാം. ഇപ്പോൾ പൊട്ടറ്റോയും പനീറും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഒരിക്കലും ഡ്രൈ ആക്കി എടുക്കരുത്. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില വെതറി കൊടുക്കുകയാണ്. മല്ലിയില ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പനീർ മസാല റെഡിയാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള റവ, വലിയ തരിയോട് കൂടിയുള്ള റവയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ആദ്യം മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന തൈരിനെ ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വെള്ളം വരെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വരണം. അപ്പം ഞാൻ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നൈസ് പേസ്റ്റ് തന്നെ ആവണം. ഇതിലൊട്ടും കട്ടയോ തരിയോ ഒന്നും പാടില്ല. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന്. ഒരുപാട് കട്ടിയുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല, ഒരു ദോശമാവിൻ്റെ പരുവം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ നോക്കൂ, നല്ല ഫൈൻ പേസ്റ്റാണ്. ഒട്ടും തരി നമ്മുടെ ഈ ബാറ്ററിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ ശ്രമിക്കണം. ഇനി ഇത് ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഈ അപ്പം ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ കിണ്ണത്തിലാണ് ഒഴിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കിണ്ണത്തിൽ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ കിണ്ണം നന്നായിട്ട് ഓയിലൊഴിച്ച് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ 5 മിനിറ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് കറക്റ്റ് പരുവത്തിലിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എണ്ണ പുരട്ടിയ പാത്രം
ഇതുപോലെയുള്ള ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന സ്റ്റീമറിലും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ പ്ലേറ്റിലേക്ക് ഞാനൊരു 2-3 തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കട്ടിക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി ഇതൊരു ഇടത്തരം തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി തട്ടോ സ്റ്റീമറോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് നിങ്ങൾ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടും നിങ്ങൾക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അപ്പം എപ്പോഴും നിങ്ങൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിക്ക് ബാറ്റർ ഒഴിക്കരുത്. 2-3 തവി മാവ് മാത്രമേ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഒരു ഇടത്തരം തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഈ അപ്പം റെഡിയായി കിട്ടും. അപ്പം നമ്മൾ ആദ്യം വെച്ച അപ്പം റെഡിയായി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്ക്, നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. കയ്യിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യുമൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അപ്പം റെഡിയാണ്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. കണ്ടോ, നമ്മുടെ സ്റ്റീംഡ് റവ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. അപ്പം ഞാൻ അടുത്തൊരു അപ്പം കൂടിയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി പാനിൽ വെച്ചിരിക്കുന്ന അപ്പവും റെഡിയായോ എന്ന് നോക്കാം. അപ്പം റെഡിയായോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പം റെഡിയാണ്. അത്ര മതി. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ എടുക്കുകയുള്ളൂ. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി ഒരു സ്പാച്ചിൽ വെച്ച് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഈ അപ്പം, കാരണം നമ്മൾ ഓയിലൊക്കെ പുരട്ടിയിട്ടാണ് മാവ് ഒഴിച്ച് കൊടുത്തത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് പഞ്ഞി പോലത്തെ സോഫ്റ്റ് അപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാവ് ഒത്തിരി നിങ്ങൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പം കിട്ടില്ല. ഒത്തിരി കട്ടി കൂടിയാൽ നമ്മുടെ അപ്പം കഴിക്കാൻ അത്ര നല്ലതാവില്ല. ഇനിയും ഈ അപ്പത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ അപ്പത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ പൊട്ടറ്റോ മസാല വെച്ച് കൊടുത്ത് നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല ഈ അപ്പത്തിൻ്റെ എല്ലാ വശത്തേക്കും വരുന്ന രീതിയിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കണം. ഇപ്പോൾ മസാല ഞാൻ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് റോൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ റോൾ ചെയ്യാണ്ട് തന്നെ ഈ അപ്പം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ നല്ല കാണാൻ ഒരു ഭംഗിക്ക് ഒരു ക്യൂട്ട്നെസ്സിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ റോൾ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തു. ഇനി സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ അപ്പം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാല സ്റ്റഫ്ഡ് അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന മസാല നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് തരം മസാലയും വെച്ചിട്ടും നിങ്ങൾക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കിയെടുക്കാൻ 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ മസാല അപ്പവും ഞാൻ ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂടോടെ നല്ല തേങ്ങ ചട്നി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ അപ്പത്തിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ കടുകും അതിൻ്റെ കൂടെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഞാൻ താളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ താളിപ്പ് ഞാൻ നമ്മൾ മസാല അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസക്കുറവൊന്നും ഉണ്ടാവില്ല. ഞാനിത് ചെയ്യുന്നത് ഒരു വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കുറച്ച് ഫ്രഷ് കോക്കനട്ട് ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റവ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് അപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പീസായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.